ചേട്ടാ ഇവിടുത്തെ അക്കാഡമിക്സോ ക്ലാസ്സസോ ഒക്കെ എങ്ങനെയാണ്? അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഈ ഡേ ടു ഡേ ലെസൺസ് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് വീഡിയോസിലൂടെയും അതേപോലെ പ്രാക്ടിക്കൽ സ്കിൽസിൽ കൂടെയുള്ള ടീച്ചിങ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പാരാക്ലിനിക്കൽ സബ്ജക്ട്സിനെ പറ്റിയാണെങ്കിൽ ഇപ്പം ഡിസെക്ഷൻ ഹാളിൽ പഠിപ്പിക്കുന്ന ബേസിക് അനാറ്റമി, ഫിസിയോളജി ലാബിൽ പഠിപ്പിക്കുന്ന ബേസിക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, പിന്നെ ഫാർമക്കോളജി ലാബിലുള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഏതൊരു ഡോക്ടറിനും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടും. ക്ലിനിക്കൽ സബ്ജക്ട്സിനാണെങ്കിൽ ഇവിടെ പല സ്കിൽ ലാബ് കോമ്പീറ്റൻസീസ് വെച്ച് നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് പഠിപ്പിക്കുന്ന ഇവിടുത്തെ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയാണ്. കേരളത്തിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സ്കിൽ ലാബ് വിത്ത് ബെസ്റ്റ് ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ക്ലിനിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പേഷ്യൻ്റ് ഉണ്ടാവുമോ, പേഷ്യൻ്റ് ലോഡ് എന്തായിരിക്കും എന്നതാണ്. പക്ഷേ പുഷ്പഗിരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ റെയറായിട്ടുള്ള കേസസ് പോലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിനിക്സിൻ്റെ കാര്യത്തിൽ പുഷ്പഗിരി എടുക്കുമ്പോൾ അത് ഗ്യാരൻറ്റീഡ് ആണ്, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ്റെ അണ്ടറിൽ അക്കാഡമിക് ക്ലബ്ബും ക്വിസ് ക്ലബ്ബും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മന്ത്ലി, അതായത് മാസം 2 തവണ നമ്മൾ ക്വിസസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ക്വിസസിന് അപ്പിയർ ചെയ്യണമെങ്കിൽ പോലും അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ നമുക്ക് തരുന്ന സംഭവമാണ്. അതുപോലെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കണം എന്നറിയില്ലായിരിക്കും. കാരണം ഒത്തിരി പഠിക്കാനുണ്ട് MBBS-ൽ. അപ്പം അതെങ്ങനെ പഠിക്കണം, എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നിവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പുണ്ട്. അതായത് സീനിയേഴ്സൊക്കെ കൂടെ ഫോം ചെയ്തിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ക്ലാസ്സസ് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മളവളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഹായ്, ഇതാരാ? ഇത് ആതിര, ഇവിടെ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടിയാണ്. ഹലോ. ഞാൻ എൽസ. ഇവിടെ ഇപ്പോൾ ഈ ചേച്ചി അക്കാഡമിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ആർട്സ് ഒക്കെ എങ്ങനെയാണ് അവിടെ നടക്കാറ്? നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കലകൾക്കൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓരോ വർഷം കോളേജ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആർട്സ് ഫെസ്റ്റാണ് ഇവിടെ ഉള്ളത്. ജൂനിയേഴ്സും സീനിയേഴ്സും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു മഹാമാമാങ്കമാണ് ആർട്സ്. ഒറേറ്ററി, തിയേറ്റർ ഇവൻറ്റ്സ്, മ്യൂസിക് ഇവൻറ്റ്സ്, ഡാൻസ് ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓ, അപ്പോൾ ഇവിടെ സ്പോർട്സോ? പിന്നെ സ്പോർട്സിനാണെങ്കിൽ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ, കൊക്കോ, ത്രോബോൾ ഇവയെല്ലാം പ്രത്യേക പരിശീലനം നടത്താറുണ്ട് ഇവിടെയൊക്കെ. പിന്നെ നമ്മുടെ കോളേജിൽ എല്ലാ വർഷവും തിയോഫിലസ് ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടത്താറുണ്ട്. അതിന് പല പല കോളേജിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ ഇൻ്റർ കോളേജിയേറ്റ് ഈവൻറ്റ്സിന് വേണ്ടി മറ്റ് കോളേജുകളിൽ പോയി ഒരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കാറുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തരംഗ് ഡാൻസ് ക്ലബ് ആൻഡ് 20 മ്യൂസിക് ക്ലബ് ഉണ്ട്. ഈ 2 ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി ഉടൻ വരാൻ പോകുന്ന ഒരു മൂവി ആൻഡ് തിയേറ്റർ ക്ലബ്. ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ചേച്ചി വന്നപ്പോൾ എനിക്ക് കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഓക്കെ, അപ്പോൾ കാണാം. ശരി, ഓക്കെ.